ഖുർആൻ പഠിക്കാൻ ആരാണെന്ന് തയ്യാറാവുക. ഖുർആനിനേക്കാൾ ഇന്ന് നമ്മൾ സ്ഥാനം നൽകുന്നത് പാട്ടിനല്ലേ, മേളത്തിനല്ലേ, ഹാസ്യത്തിനല്ലേ, മിമിക്രിക്കല്ലേ. ഖുർആനിനേക്കാൾ സ്ഥാനം, മദ്രസയേക്കാൾ സ്ഥാനം. ഇന്ന് നമ്മുടെ പെൺമക്കൾ ഇന്നൊരു സീരിയൽ പോലെ കളാക്കാതെ കാണുന്നുവെങ്കിൽ ഒരു കാലഘട്ടം എന്റെ പെണ്ണുങ്ങളുടെ മേലെ സംജാതമാകും. അന്ന് അവർ ഇഷ്ടപ്പെടുന്നത് വാദ്യോപകരണമാണ്, കളികളാണ്, തമാശകളാണ്. അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നിങ്ങളുടെ മുന്നിൽ ലോകത്തിന്റെ മൊത്ത് വിളിച്ചു പറയുകയാണ്. ലാ തബീഉൽ ഖൈനാത് വലാ തശ്തറൂൻ വലാ തുഅല്ലിമൂൻ വതമനുഹുന്ന ഹറാം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പട്ടുറുമാലിനെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ? റിയാലിറ്റി ഷോയെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ? ഇന്ന് ടിവിയിൽ പോയി പാട്ട് പാടിയിട്ട് കാശുണ്ടാക്കി ആ പണവും പറ്റിയിട്ട് അഹങ്കരിക്കുന്ന മാതാപിതാക്കളെ, അള്ളാന്റെ റസൂല് ഈ പട്ടുറുമാലിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്ന് അബൂബക്കർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ ആ കാലഘട്ടത്തിൽ പട്ടുറുമാലുണ്ടായിരുന്നോ? ആ കാലഘട്ടത്തിൽ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നോ? ആ കാലഘട്ടത്തിൽ ഗാനമേളയുണ്ടായിരുന്നോ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ് ലാ തബീഉൽ ഖൈനാത്. ഇന്ന് നമ്മുടെ മക്കളെ നൃത്തം ചവിട്ടാൻ വേണ്ടി പഠിപ്പിക്കാറില്ലേ? അതിനു വേണ്ടി പൈസ മുടക്കാറില്ലേ? ഹബീബായ തങ്ങളുടെ മുത്തായ വാക്കാണ് ലാ തബീഉൽ ഖൈനാത്, ലാ തബീഉൽ ഖൈനാത്. നിങ്ങളുടെ മക്കളെ നൃത്തം പഠിപ്പിച്ചിട്ട് അവളെ വിറ്റ് നിങ്ങൾ കാശാക്കരുതേ. അവളെ വിറ്റ് നിങ്ങൾ പണം വാങ്ങരുതേ. ഗാനമേളയും മാപ്പിളപ്പാട്ടും പഠിപ്പിച്ചിട്ട് അവളെ വിറ്റ് നിങ്ങൾ പണമുണ്ടാക്കരുതേ. വലാ തശ്തറൂഹുന്ന, നിങ്ങൾ പാട്ടുകളും ഗാനമേളകളും കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ചിട്ട് നിങ്ങളുടെ പൈസ ചെലവ് ചെയ്യരുതേ. അതിലേക്ക് വേണ്ടി നിങ്ങൾ പൈസ ഒഴുക്കിക്കളയരുതേ. വലാ തുഅല്ലിമൂന്ന, പാട്ടും ഗാനമേളകളും മിമിക്രിയും ഹാസ്യങ്ങളും പട്ടുറുമാലും നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കല്ലേ. നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കല്ലേ. വസമനുഹുന്ന ഹറാം, ആ പണം ഹറാമാണ്, ആ പൈസ ഹറാമാണ്. പട്ടുറുമാലിലൂടെ ഗാനമേളയിലൂടെ പാട്ട് പാടിയിട്ട് 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടിയാൽ ആ ഫ്ലാറ്റിൽ താമസിക്കാൻ യോഗ്യനല്ല മുസ്ലിം പിതാവേ, ആ ഫ്ലാറ്റിൽ താമസിക്കാൻ യോഗ്യതയില്ല മുസ്ലിം മാതാവേ. കാരണം നിന്റെ ഹബീബാണ് പഠിപ്പിച്ചത്. പാട്ടുപാടി പണമുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വണ്ടി കിട്ടിയാലും എത്ര വീട് കിട്ടിയാലും വസമനുഹുന്ന ഹറാം, അതിന്റെ പണം ഹറാമാണ്. ആ പണം പറ്റിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കല്ലേ. ഗാനമേള പാടാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയിട്ട് അതിനു വേണ്ടി ഗാലറി പണിതിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഇന്ന് വിദേശത്ത് കഷ്ടപ്പെടുന്ന പ്രവാസികൾ അവരുടെ ആനന്ദത്തിന്റെയും ഉത്സവത്തിന്റെയും ദിവസമാണ്. എങ്ങനത്തെ ദിവസം? കേരളക്കരയിൽ നിന്ന് കൊമേഡിയന്മാര് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുമ്പോ, സിനിമ ഫിലിം സ്റ്റാറുകൾ യാത്ര തിരിക്കുമ്പോ, പാട്ടുഗാനമേളക്കാർ യാത്ര തിരിക്കുമ്പോ പരതയിട്ട പെണ്ണുങ്ങളെ നാണമില്ലേ? പ്രവാസി പെണ്ണുങ്ങളെ നാണമില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? അന്യ പുരുഷന്മാര് നിന്ന് ഡാൻസ് ആടുമ്പോ അതിന്റെ മുന്നിലെ തലയിലെ തട്ടമിട്ടിട്ട് അവന്റെ കോലം കണ്ടിട്ട് കൂത്ത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ നാണമില്ലേ? അവന്റെ പാട്ട് കേട്ടിട്ട് കൈയടിക്കാൻ നാണമില്ലേ? അവനൊരു ക്ലാപ്പ് കൊടെന്ന് പറഞ്ഞാൽ കൈ കൂട്ടിയടിച്ചുകൊണ്ട് നിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ നാണമില്ലേ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് ലൂത്ത് നബിയുടെ സമുദായത്തിൽ പെട്ടവരുടെ സ്വഭാവമാണ് കൈയടിക്കുക. സന്തോഷത്താൽ കൈയടിച്ച് ഒരാളെ ആലിംഗനം ചെയ്യുകയും സന്തോഷിപ്പിക്കുകയും സ്വാഗതമോതുകയും ചെയ്യുന്നത് ലൂത്ത് സമുദായത്തിൽ പെട്ടവരുടെ സ്വഭാവ വിശേഷണമാണെന്ന് പഠിപ്പിക്കുമ്പോ പ്രവാസികളായ സഹോദരങ്ങൾ പെരുന്നാളിന്റെ പരിശുദ്ധമായ ദിവസങ്ങളിൽ, പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളിൽ കേരളക്കരയിൽ നിന്ന് ധാരാളം ഫിലിം സ്റ്റാറുകളെ കൊണ്ടുപോയി നാണയത്തുട്ടുകൾ അവർക്ക് വേണ്ടി വലിച്ചെറിഞ്ഞിട്ട് തലയിൽ തട്ടമിട്ട എത്രയോ പെണ്ണുങ്ങൾ അന്യപുരുഷന്മാരോടൊപ്പം ഒരുമിച്ചിരുന്ന് ആ ഗാലറിയിലിരുന്ന് പാട്ട് കേട്ടിട്ട് തലകുലുക്കിയിരുന്ന്
ചിരിച്ചു ചിരിച്ച് സന്തോഷിക്കുന്നുവെങ്കിൽ വസമനുഹുന്ന ഹറാം വലാ ഖൈറ ഫീ തിജാറത്തിൻ ഫീഹിന്ന, ആ കച്ചവടത്തിൽ ബർക്കത്തില്ല, ആ കച്ചവടത്തിൽ ബർക്കത്തില്ല. ആ പണം ഹറാമിന്റെ പണമാണ്. ആ പണം കൊണ്ട് നിങ്ങൾ വീട് വെക്കല്ലേ, ആ പണം കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കല്ലേ, ആ പണം കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ദുആയ്ക്ക് ഇജാബത്തില്ല. ആ മക്കൾ നിങ്ങൾക്ക് ഉപകാരമുള്ളവരായി മാറുകയില്ല. കാരണം സമനു മത്അമുഹു ഹറാം വശറബുഹു ഹറാം മൽബസുഹു ഹറാം.